പത്തനംതിട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് ഓഫീസ് വിട്ടിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നയനയെ നോക്കിയിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഇത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എനിക്കൊന്നും അറിയില്ല എന്നുള്ള മട്ടില് തലയാട്ടാണ് നയന ചെയ്യുന്നത്. എന്താ ആദർശ്, നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ പോവാം, എവിടെയാടാ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവാണ് എല്ലാവരും ഡിന്നറിന്റെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറിയിട്ട് എല്ലാവരും പോവാണ്. പോകുന്ന സമയത്ത് ആദർശും നയനയും വണ്ടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് നയനയുടെ ചുണ്ടിനകത്തുള്ള ലിപ്സ്റ്റിക്ക് ആദർശിന്റെ കോട്ടിനകത്ത് ആവുന്നുണ്ട് കേട്ടോ. അത് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നും പറയണ്ട, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശ് വണ്ടി എടുത്ത് പോവാണ്. കൂടെ കനകയും ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ റെസ്റ്റോറൻറ്റിൽ എത്താണ്. ആ സമയത്ത് ആദർശിനും നയനയ്ക്ക് നല്ല ഗംഭീര സ്വീകരണമാണ് കേട്ടോ. ബൊക്കെയൊക്കെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കുറച്ച് പേര് ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം കപ്പിൾസിന് വേണ്ടിയിട്ട് ഒരുക്കിയതാണല്ലോ ഇത്. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് അവരുടെ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് കയറി വരുന്നതാണ് നമ്മുടെ അനി കാണുന്നത്. ഇതെന്താ ഇതെങ്ങനെ സംഭവിച്ചു? ആദർശേട്ടനും നയന ചേച്ചിക്കും വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ലേ, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിന് നൈസായിട്ട് ആരും കാണാതെ മുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആദർശിനെ എല്ലാവരും കളിയാക്കുന്ന രീതിയിൽ ആ ലിപ്സ്റ്റിക്ക് കാണുന്നത്. ആദ്യം മുത്തശ്ശനാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് മുത്തശ്ശീൻ്റെ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ ആദർശിന് പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് സംഭവിച്ചതാണെന്ന് നയന പറയാണ്. എന്നിട്ട് എന്താ പറയാണ്ടിരുന്നെന്നുള്ള കാര്യം ആദർശ് ചോദിക്കുമ്പോൾ ഞാൻ പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും ആദർശേട്ടനല്ലേ മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, അതുകൊണ്ടാണ് അയ്യോ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിയിട്ട് വാഷ്റൂമിന് അവിടെ പോയിട്ട് അത് തുടച്ച് കളയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ അനിയെ കാണുന്നത്. എന്നിട്ട് അനിയൻ കൂട്ടിയിട്ട് ആദർശ് നൈസായിട്ട് എല്ലാവരുടെ മുമ്പിലേക്കും ചെല്ലുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഞാനുണ്ടായിരുന്നു. എന്താണ് നിനക്കൊരു പരിങ്ങല്, അനാമിക വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണേ. ഇവിടേക്ക് ആദർശേട്ടൻ വരാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷന് ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലെന്ന് അനി പറയുകയാണെ. അങ്ങനെ പൂർണ്ണമായിട്ടൊക്കെ ആദർശിന്റെ തലയിലേക്ക് വീഴാണ്. അപ്പോഴേക്കും ആദർശ് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുവാവ പിറക്കാൻ വേണ്ടി പോവല്ലേ, അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ള രീതിയിൽ ഇന്നത്തെ നൈറ്റിലെ ഡിന്നർ അവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അങ്ങനെ അബി നവ്യേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പൊ കണ്ടല്ലോ നീ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചില്ലായിരുന്നോ, നമുക്ക് വേണ്ടിയിട്ട് ആദർശേട്ടന് ഒരുക്കിയ പാർട്ടിയാണെന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് തല ഇട്ടുന്നുണ്ട് നവ്യ. അത് കഴിഞ്ഞ് അബി നേരെ ചെന്നിട്ട് താങ്ക്സ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദർശിനെ. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഉരുണ്ട് കളിക്കൽ കണ്ടിട്ട് നമ്മുടെ ദേവയാനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഈ അറേഞ്ച്മെന്റ്സ് ഒന്നും കണ്ടിട്ട് ഫാമിലി അറേഞ്ച്മെന്റ്സ് പോലെ തോന്നുന്നില്ലല്ലോ. എന്താ അനിയും അതുപോലെ ആദർശും കൂടി സംസാരിക്കുന്ന കേട്ടിട്ട് അത്ര ഒരു ഇതായി തോന്നുന്നില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ജയം പറയുന്നത്, നീ ഇനി കൂടുതലൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട. ഇപ്പോൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. കുറെ നാളുകൾക്ക് ശേഷമല്ലേ എല്ലാവരും കൂടി ചേർന്നിട്ട് ഡിന്നറിന് ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കും, ബാക്കിയെല്ലാം മനസ്സിൽ നിന്ന് കളയെന്നൊക്കെ പറയാൻ കേട്ടോ ജയൻ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്താ നമ്മുടെ റൊമാൻസ് വർക്കൗട്ട് ചെയ്താലോ എന്നുള്ള കാര്യം ദേവേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചുമ്മാ എനിക്ക് ഈ പ്രായത്തിലാണോ എന്നുള്ള കാര്യം പറയാൻ കേട്ടോ ജയൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ് ചെറിയച്ഛനും ചെറിയമ്മയും കൂടിയാണെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയച്ഛൻ പറയുന്നുണ്ട്, നമുക്ക് ആ ഹാർട്ടിൻ ഫോട്ടോയിൽ അവിടെ ചെന്നിട്ട് സെൽഫി എടുത്താലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, നമുക്ക് അധികം വൈകാതെ ഒരു മരുമകൾ വരാൻ വേണ്ടി പോവാണ്, അത് കഴിഞ്ഞ് പേരക്കുട്ടികളും. അപ്പോഴാണ് ഇതിന് മാത്രം പറയാൻ ഞാനെന്താ തെറ്റായിട്ട് പറഞ്ഞത്, അവിടെ പോയിട്ട് ഒരു സെൽഫി എടുക്കാമെന്ന് മാത്രമല്ലേ, പിന്നെ ഞാൻ ആരെ കൂടെ പോയിട്ടാ സെൽഫി എടുക്കുക എന്ന് ചെറിയച്ഛൻ ചോദിക്കുമ്പോൾ സെൽഫി എടുക്കണമെന്ന് മാത്രമല്ല നിങ്ങൾക്കുള്ളൂ, ഒറ്റയ്ക്ക് ചെന്നിട്ട് കുറേ സെൽഫി എടുത്തോളാൻ വേണ്ടി പറയാണ് കേട്ടോ ജാനകി. തുടർന്ന് മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഡിന്നറിന് വന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ സന്തോഷം പങ്കിടണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് ആദർശ് ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്ന കാണുമ്പോൾ നയന ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിലുള്ള കാര്യത്തെക്കുറിച്ച്. ഒരു കുഴപ്പമില്ല എന്നാട്ടോ ആദർശ് പറയുന്നത്. പക്ഷെ നയനയ്ക്ക് മനസ്സിലാവാണ് എന്തൊക്കെയോ ആദർശേട്ടൻ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നുള്ള കാര്യം. തുടർന്ന് നമ്മുടെ കനക നയനയെ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ഇത്രയും ആദർശമോ നിനക്ക് വേണ്ടിയിട്ട് ചെയ്തത് കണ്ടിട്ട് മോളെ എനിക്ക് സന്തോഷം അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നവ്യയും അതുപോലെ അബിയും കൂടി ചേർന്ന് സെൽഫി എടുക്കുക എന്ന് പറഞ്ഞിട്ട് നവ്യ അബിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് ജലജയ്ക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാൽ സെൽഫി എടുക്കുന്ന സമയത്ത് അബി മനസ്സിൽ വിചാരിക്കുന്നത് ഇന്നൊരു ദിവസം കൂടി ഇവളെ സഹിച്ചാൽ മതിയല്ലോ, അത് കഴിഞ്ഞിട്ട് ഇവളെ അങ്ങ് ഒഴിവാക്കാലോ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും ഇവളുടെ ഗർഭം അലസി പോകാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആദർശാണെങ്കിൽ
താടേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ ഫംഗ്ഷൻ ഞാൻ ഒരിക്കലും നയനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുള്ള കാര്യം ദൈവമേ ഒരിക്കലും അവിടെ ആരും അറിയരുതേ എന്ന് പറയുന്ന സമയത്താണ് ആ ഹോട്ടലിലെ ഒരു ആള് വന്നിട്ട് ആങ്കർ പോലെ നിന്നിട്ട് പറയുന്നത് കേട്ടോ, ഈ ഫംഗ്ഷൻ ആദർശിനും ആദർശിന്റെ ഭാര്യ നയനയ്ക്കും വേണ്ടിയിട്ട് ആദർശ് ഒരുക്കിയതാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അങ്ങ് വിളിച്ചു പറയാ. അതോടുകൂടി ആദർശിന്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പുറകെ തന്നെ കേക്കുമായിട്ട് കുറച്ച് പേര് എത്തുന്നുണ്ട് കേട്ടോ. ആദർശ് സാറും സാറിന്റെ വൈഫും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണേ. അതോടുകൂടി ആദർശ് മൊത്തത്തിൽ തകർന്ന അവസ്ഥയിലാവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജാനകി പറയുന്നുണ്ട്, ആദർശ് നീ നല്ല റൊമാൻറ്റിക് ആണല്ലോ, ചെല്ലടാ എന്നുള്ള കാര്യം. തുടർന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്, ചെല്ല് കേട്ട് ആദർശ് എന്നുള്ള കാര്യം. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് എത്തുന്നുണ്ട്. കനകയും അതുപോലെ നയനയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ആദർശ് ബൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നയനയ്ക്ക്. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് കേക്ക് കട്ട് ചെയ്യാണ്. അവർ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയുടെ മനസ്സിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് നവ്യയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ വെറും ഡമ്മി പീസാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം കുറച്ച് നേരത്തിനുള്ളിൽ ആരാ ഡമ്മി പീസ് ആവാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ അബിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കലും സംഭവങ്ങളെല്ലാം നടക്കുകയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, വീട്ടിലിരുന്നിട്ട് ആകെ ക്ഷീണിതനായി പോയായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആദർശ് മോനെ നീ അറേഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവാനാണെന്ന് പറയണേ. പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്താ ആദർശ് നോക്കി നിൽക്കുന്നത്? കേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുന്നത്, നമ്മുടെ ഈ കുടുംബത്തിന്റെ ഐക്യം എന്നും ഒത്തൊരുമയോട് കൂടി തന്നെ ജീവിതാവസാനം വരെ ഉണ്ടാകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ മുത്തശ്ശൻ ഭയങ്കര ഹാപ്പിയാണല്ലോ. എന്തായാലും പ്ലാൻ എല്ലാം പൊളിഞ്ഞെങ്കിലും നമ്മുടെ മുത്തശ്ശൻ ഭയങ്കര ഹാപ്പിയാണല്ലോ. അത് ആലോചിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണേ. തുടർന്ന് എല്ലാവരും കൂടി ചേർന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ടേബിളിൽ ഇങ്ങനെ ചുറ്റും ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണോ ആദർശേട്ട ചെയ്തതെന്നുള്ള കാര്യം. അതെ, ഇതെനിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ശരിക്കും സത്യമാണോ അതോ സ്വപ്നമാണോ എന്നുള്ള കാര്യം ഞാൻ നുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശിന് ഒരു നുള്ളില്ലാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ആദർശ് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. എന്താ ആദർശ് എന്നുള്ള കാര്യം ദേവിയാനി ചോദിക്കുമ്പോൾ, അതൊന്നും ഇല്ല അമ്മ എന്ന് പറയണേ. നീ എന്തിനാ എന്നെ നുള്ളിയത്? നിനക്ക് അത് സ്വപ്നമാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നിനക്ക് നിന്നെ തന്നെ നുള്ളി നോക്കിയാൽ പോരെ എന്നുള്ള കാര്യം പറയുമ്പോൾ, അതെങ്ങനെ ആദർശേട്ട ശരിയാവും എന്നുള്ള കാര്യം ചോദിക്കണേ. എന്തായാലും നീ എന്നെ നുള്ളിയതല്ലേ, ഞാൻ തിരിച്ചു നിനക്കൊരു നുള്ളു തരുമെന്ന് പറയണേ. വേണ്ട വേണ്ട എന്ന് നയന പറയുമ്പോൾ, ഞാൻ നുള്ളും എന്ന് പറഞ്ഞുകൊണ്ട് നുള്ളുകയാണ്. നുള്ളുമ്പോൾ നയന അങ്ങ് എണീറ്റ് നിൽക്കുകയാണ്. കൈയാണെങ്കിൽ ശരിക്കും ആദർശിന്റെ കൈ നയനയുടെ കൈയിൻ്റെ അവിടെ നിൽക്കുന്നത് എല്ലാവരും കാണുകയാണ് കേട്ടോ. അതൊന്നുമില്ല, കൈ അറിയാതെ തട്ടിപ്പോയതാന്നുള്ള കാര്യം പറയാണ് ആദർശ്. എന്നാൽ ഇത് കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് സാരമില്ല ആദർശേ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരുപാട് കുറുമ്പുകൾക്ക് എല്ലാവർക്കും പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇതെല്ലാം കണ്ടിട്ട് ദേവയാനിക്ക് സഹിക്കുന്നില്ല കേട്ടോ. ദേവയാനി ആണെങ്കിൽ ഒരു തുള്ളി പോലും ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭക്ഷണമൊന്നും കഴിക്കാത്ത എന്നുള്ള കാര്യം. എന്തോ ഈ ഒരു അറ്റ്മോസ്ഫിയറും സൗണ്ടും ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ, ഇവിടെ ഫാമിലിയിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്, നീ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിക്കൊള്ളണം എന്നില്ലല്ലോ എന്ന് ദേവയാനി പറയുകയാണേ. തുടർന്ന് അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പാർട്ടി ആരാണോ അറേഞ്ച് ചെയ്തത് അവർ ഇവിടെ സാധാരണയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം സാറും സാറിൻ്റെ വൈഫും കൂടി ചേർന്നിട്ട് ഡാൻസ് കളിക്കണം ഡിന്നറിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തിനാണ് ഡിന്നറിന് ശേഷം ആക്കുന്നത്? ഇപ്പം തന്നെ ചെയ്തോട്ടെ, ചെല്ല ആദർശ് എന്ന് പറയുമ്പോൾ കനകയും പറയുന്നുണ്ട്, മോളെ ചെല്ല് എന്നുള്ള കാര്യം. ചെന്ന് ആദർശ് നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിച്ചിട്ട് വാ എന്ന് പറയുമ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല, കാലിന് വല്ലാത്ത വേദന, ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ, പിന്നെ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഡാൻസ് കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ചാടി എണീറ്റിട്ട് പോകും. ഇവിടെ ഒരുത്തൻ കാല് വയ്യ കൈ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അത് മുത്തശ്ശ എന്ന് പറയുമ്പോൾ, ഇത് നീ ഇങ്ങോട്ട് വാ ഭാനുമതി എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ്. എന്നിട്ട് മുത്തശ്ശനും നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഇതാ വയസ്സന്മാരായ ഞങ്ങൾ നന്നായിട്ട് ഡാൻസ് കളിച്ചു, ഇനി നിങ്ങൾ കളിക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശിനും കൂട്ടിയിട്ട് നയനെ അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് സംസാരമാണ്, നിനക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അറേഞ്ച് ചെയ്തതാ, നീ ഫാമിലിയോടൊക്കെ കൂട്ടിയിട്ട് വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്ന സമയത്ത് എല്ലാവരും അവിടെ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കെങ്ങനെ അറിയാൻ വേണ്ടി പറ്റുക ഇവരെങ്ങനെയാണ് റെഡി ആയിരിക്കുന്നത്? ഇത് എനിക്ക് മാത്രമായിട്ട് അറേഞ്ച് ചെയ്ത ഫംഗ്ഷനാണ് ആദർശേട്ടൻ, നിങ്ങളാരും വരണ്ട എന്ന് എനിക്ക് അവരുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുകയാണെ. നീയാണ് എന്നെ ധർമ്മസങ്കടത്തിലാക്കിയെന്ന് പറയുമ്പോൾ, ആദർശേട്ടനാണ് എന്നെ ധർമ്മസങ്കടത്തിലാക്കിയെന്ന് രണ്ടുപേരും കൂടി പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഡാൻസ് കളിച്ചിട്ട് അവസാനം
ആദർശിന്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ് കേട്ടോ നൈന. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.